ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടി പോണത് ഇപ്പൊ ജെൻസി ജെൻ ആൽഫ അങ്ങനെ കുറെ അടികൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മളൊപ്പം ഉള്ളത് എൻ്റെ അധ്യാപകനും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ മൂയിസ് കടയ്ക്കലാണ്. പിന്നെ നമ്മുടെ റാസ്ബിയുടെ കോ ഫൗണ്ടറും മെഡിക്കൽ സ്റ്റുഡൻറ്റുമായ അമിനിൽ കെ ഷുഹൈബാണ്. പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുഹേൽ ഷക്കീർ എന്നാണ്. റാസ്ബിയുടെ തന്നെ കോ ഫൗണ്ടറാണ്. അപ്പോൾ സാറിനോട് ജസ്റ്റ് തുടങ്ങിയാണ്. സാറിപ്പോ അധ്യാപന ജീവിതം കുറെ നാള് പഠിപ്പിച്ച് ഇതായല്ലോ. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളും ഇപ്പത്തെ അത് കഴിഞ്ഞ് വന്ന കുട്ടികളും തമ്മിലുള്ള ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് സാറിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റയിൽ കിടക്കണൊക്കെ വെറുതെ ഗിമ്മിക്സ് ആണോ എന്നുള്ള ഒരു കാര്യം അറിഞ്ഞത് സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? പറഞ്ഞത് പ്രകാരം എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു വേ ഓഫ് ഡീലിംഗ് വിത്ത് സ്ട്രെസ് ഡീൽ ചെയ്യുന്ന വിഷയത്തിൽ പൊതുവെ അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യ സമയത്തൊക്കെ കുട്ടികൾ ഇപ്പം ഇന്ന് കാണുന്ന വിധത്തിൽ വലിയ വ്യത്യാസങ്ങളില്ലെങ്കിൽ പോലും ഇന്നിപ്പോൾ കുറെ കൂടി അവരുടെ എക്സാമിനെ, അവരുടെ അക്കാഡമിക് ലൈഫിനെയൊക്കെ ഡീൽ ചെയ്യുന്ന, അതുമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിൽ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. മെയിൻലി ഈ ഭയങ്കര വീക്കായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പുതിയ കാലത്തുള്ള കുട്ടികൾ. വീക്ക് മീൻസ് പുതിയ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ജെൻ ആൽഫ എന്ന് പറയുന്ന കുട്ടികളെ പറ്റി ജെൻ ആൽഫ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പറയുന്നത് 2010 ശേഷം വരുന്ന കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ വരുന്ന കുട്ടികളാണല്ലോ, അപ് ടു 25 വരെ. ആഫ്റ്റർ 25 പിന്നെ പുതിയ ആളുകൾ തുടങ്ങി, ബീറ്റ സ്റ്റാർട്ട് ചെയ്തു, കുട്ടികളൊക്കെ പുതിയ തുടങ്ങി. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ മെയിൻ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്യുവർലി ഡിജിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ട ഒരു ജനറേഷൻ തന്നെ കമ്പ്യൂട്ടറിലേക്ക്, അതെ ഫോണിലേക്ക്. അതെ 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 അതായത് നമ്മൾ നേരത്തെ ബിഫോർ ദാറ്റ് ഇപ്പൊ ഒരു ജനറേഷൻ ഇസഡ് സി എന്ന് പറയുന്ന ആ കാറ്റഗറി, അതിന് തൊട്ട് മുന്നേയുള്ള മില്ലേനിയം കാറ്റഗറി ഒക്കെ ഉണ്ടല്ലോ, ഒരു 95 മുതലൊക്കെ 90 അന്ന് മുതലൊക്കെ ഇങ്ങോട്ടുള്ള മില്ലേനിയം, അവരാണ് ഏറ്റവും കൂടുതൽ ഇവരെ ബ്ലെയിം ചെയ്യണത് ഓരോ കാര്യങ്ങൾ. അതെ അതെ അവരുണ്ടാക്കി വെച്ചേക്കണ ഒരു സിസ്റ്റത്തിലേക്കാണ് ഈ പിള്ളേര് വരുന്നത്. അതെ, അതിന്റെ കുറച്ച് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. അല്ല, ഇതൊരു ഡൈനാമിക് എഫക്റ്റ് ആണ്. എല്ലാം പരസ്പര പൂരകമാണല്ല. ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം നമുക്ക് നോക്കിക്കൊണ്ടിട്ട് ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റില്ല. സോഴ്സ് ഓഫ് പ്രോബ്ലംസ് എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപ് ഉള്ള നമ്മുടെ പാരന്റൽ ജനറേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. നേരത്തെ കെയറിങ് കുറച്ച് കൂടുതൽ കിട്ടുന്ന വിധത്തിൽ ഇപ്പോൾ അതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ മില്ലേനിയം ടീമിന്റെ ഒക്കെ മക്കളായിരിക്കുമല്ലോ ഇപ്പൊ ഉണ്ടാവുക. അത് ഈ ഒരു 90s ആളുകളുടെ മക്കളാണ് ഇപ്പോ ഏകദേശം വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ് ടു ഒരു ഹൈസ്കൂള്, ഒരു 10th 15 ഇയേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, സോഴ്സ് എന്ന അർത്ഥത്തിൽ ഈ മില്ലേനിയം ടീംസും അതേപോലെ തന്നെ ജനറേഷൻ ഇസഡും കൂടാതെ അതിന് മുൻപുള്ളവരും വേണമെങ്കിൽ ഇപ്പൊ നമുക്കൊരു 40-50 ഏജ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അപ് ടു 60 ഏജ് വരെ വരുന്ന പാരന്റ്സ് ഉണ്ടല്ലോ, അവരും ഇതിന് ലയബിൾ ആണ്. ദാറ്റ് മീൻസ് ഇതിനൊരു കാരണമായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ. അതുകൂടാണ്ട് ഇപ്പൊ പണ്ടെന്ന് പറയുമ്പോഴേക്കും നമ്മളൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നത്, ഞാനൊരു 90s കിഡ്, സാറ് പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഞാൻ ഒരു 90s കിഡായിട്ട് കാറ്റഗറൈസ്. ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്തും കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ഇപ്പൊ സാറുമാർക്ക് ചൂരിലെടുത്ത് അടിക്കാം, ഓരോ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും തെറ്റുള്ള അവർ ശാസിക്കാനും നമ്മളെ ഓരോ പണിഷ് ചെയ്യാനും കാര്യങ്ങൾ, അത് നമ്മുടെ ഓരോ എന്താ പറയാ, നമ്മുടെ ഓരോ ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാൻ അത് ഭയങ്കര സഹായകമാണ്. പക്ഷെ ഇപ്പത്തെ പിള്ളേരുകള് എന്താ പറയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ശിക്ഷണത്തില് കാര്യങ്ങളൊന്നും ഒന്നിന് പറഞ്ഞാൽ കേസാവാ, ഓരോ കാര്യങ്ങൾ അതിനും ഓരോ നിയമങ്ങളും പല നിയമങ്ങളും കൊണ്ടുവന്നത്. ഒരു ശാസിക്കണ പാടില്ല, എന്താ പറയുക, ഒരു അധ്യാപകൻ എന്നുള്ളത് അധ്യാപകൻ പഠിച്ചിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അത് അവരുടെ മാനസികമായും അവരോരോ ക്യാരക്ടർ ബിൽഡ് ചെയ്യണതിനും ഒരു എന്തൊക്കെയോ ഒരു ഇതില് ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഇതില് ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതെ അതെ. അതിപ്പോ സാറിന് ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ഇപ്പൊ സാറിപ്പോ നാളെ പഠിപ്പിക്കാനും കാര്യങ്ങൾ അധ്യാപകനും കൂടിയാണ്. അപ്പൊ പണ്ടത്തെ ഒരു ഇതിൽ പഠിപ്പിക്കുമ്പോ നമുക്കിപ്പോ ഈ ഇത് പറഞ്ഞ രണ്ടടി കൊടുക്കണതിനും കാര്യങ്ങൾ ഇപ്പൊ തെറ്റ് കണ്ടതിനെ സാറടിക്കുക, മാതാപിതാ ഗുരു ദൈവം എന്നുള്ള രീതിയിലേക്ക് മാതാവിനെയും പിതാവിനെയും അത് കഴിഞ്ഞിട്ടുള്ള ഒരു അധ്യാപകൻ എന്നുള്ള രീതിക്കാണ് കാണുന്നത്. അപ്പൊ അത് ഇന്നത്തെ തലമുറയിലായി മാതാപിതാ ഗുരു എന്നുള്ള സ്ഥാനം മാറി ദൈവം കാര്യങ്ങളും പല രീതിക്കാണ് ഇപ്പൊ വ്യാഖ്യാനിപ്പിച്ച് പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് സാറിന്
അല്ല നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് എത്തുമായിരിക്കും. അതായത് ഇപ്പൊ എങ്ങനെയാണോ ഇതിന് മുൻപേ ഉള്ള ജനറേഷൻ, ഇപ്പോ ഇതിന് മുൻപേ ഉള്ള ജനറേഷനിൽ ആഫ്റ്റർ 80s ഒക്കെ ഇപ്പൊ ശരിക്കും ഒരു 40-50 ഏജിൽ നിൽക്കുന്ന ആളുകൾ അവരാണ് ഈ പിന്നെ അവരുടെ ജനറേഷൻ മുതലാണ് കൂടുതൽ അച്ഛനും അമ്മയും ഒരേ സമയം ജോലിക്ക് പോയി തുടങ്ങിയിരിക്കുന്നത്. ഒരു 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 കൾച്ചർ ആരംഭിക്കുന്നത്. ശരിക്കും അവരുടെ മക്കളിൽ വന്നിട്ടുള്ളത് വല്ലാത്തൊരു അബാൻഡൻസിന്റെ ഒരു ശേഷിപ്പുണ്ട്. ദാറ്റ് മീൻസ് അമ്മയും തിരക്കിലാണ്, അച്ഛനും തിരക്കിലാണ്. അപ്പൊ രണ്ടുപേരും തിരക്കിലാകുമ്പോൾ കുട്ടിയെ ഒരു തേർഡ് പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഒന്നുകിൽ ട്യൂഷനിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും ഉണ്ടാവുക. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ആ കുട്ടി അൺപാരന്റഡ് ആണ്, പാരന്റഡ് അല്ല അധികവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇനിയിപ്പോ താങ്കൾ പറഞ്ഞ പോലെ സ്കൂളിലാണെങ്കിലും ഇനിയിപ്പോ അതല്ല അതേപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വിളിപ്പിക്കുമ്പോൾ ഇവർക്ക് അതിൽ നിന്ന് ആ ഒരു ബ്ലെയിമിങ്ങിൽ നിന്ന് രക്ഷപ്പെടുക എന്ന പ്രവണതയാണ് മിക്ക പാരന്റ്സിൽ നിന്നും വരിക. അപ്പൊ ചിലപ്പോൾ കുട്ടികളെ ന്യായീകരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ ഓവറായിട്ട് പിന്നെ ശിക്ഷണം കൊടുക്കും. രണ്ടും എക്സ്ട്രീമാണ്. ഒന്നുകിൽ ഭയങ്കരമായിട്ട് ന്യായീകരിക്കും. അതിപ്പോ നമ്മുടെ മുമ്പിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങളിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ രണ്ടും തെറ്റാണ്. ആ മുട്ടെടുത്താണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് റൺ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ജെൻസി, ജെൻ ആൽഫ, ആ ഒരു ജനറേഷനിലെ ആൾക്കാരാണ്. അപ്പൊ ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ അവര് കുറെ ബ്ലെയിം കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ഒരു ഇത് ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ എങ്ങനെ നോക്കി കാണുന്നുള്ളൂ? അതിനെപ്പറ്റി നമ്മ സംസാരിച്ചപ്പോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അവര് വേറെ വിധത്തിലുള്ള ഒരു പാരന്റിങ് കിട്ടാണ്ടാണ് പല കുട്ടികളും ഇത് കാര്യങ്ങളായിട്ടാണ്. ഇപ്പൊ എല്ലാരും ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ബിസിനസ് നടക്കുമ്പോഴേക്കും ചിലപ്പോ നമുക്ക് തന്നെ കസ്റ്റമേഴ്സ് ഉണ്ടായിക്കണല്ലോ, ഒരു പിള്ളേര് അനാവശ്യമായ ഒരു സാധനങ്ങൾ ഓർഡർ ചെയ്തതും കാര്യങ്ങളായിട്ടുള്ളതും എക്സ്ട്രാ കാര്യങ്ങൾ. അപ്പൊ ചിലപ്പോ ഒരു പാരന്റിങ് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മ അവിടെ എത്തുമ്പോ ഓർഡർ എത്തുമ്പോഴാണ് അവരറിയണത് ഇങ്ങനെ കാര്യങ്ങളായിട്ട്. കാരണം അവർക്ക് ഈസിലി ആക്സസിബിൾ ആണ്. നേരത്തെ എന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പോ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യണത് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ വരുമ്പോ പൈസ കയ്യിൽ കാര്യങ്ങളാണ്. ഇന്ന് ഒരാളുടെ ഫോണും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ അല്ലെ ഏതൊരു കൊച്ചായാലും അവരുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. സ്മാർട്ട് ഫോണിലാണെങ്കിൽ ഇപ്പൊ ഒരു അക്കൗണ്ട് തുടങ്ങിക്കാൻ അതിലൊരു ഗൂഗിൾ പേ കാര്യങ്ങൾ തുടങ്ങാൻ. അപ്പൊ അവര് പൈസ ഈ എന്തായാലും ഡിജിറ്റൽ മണിയും കാര്യങ്ങളായിട്ടാണ്. അപ്പൊ അവര് പാരന്റ് പോലും അറിയുന്നില്ല. സാധനം എത്തിക്കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് അലക്കാൻ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയണത്. ഏതെങ്കിലും കാര്യങ്ങൾ വിരിച്ചിടുമ്പോഴോ കാര്യങ്ങളൊക്കെ കാണരുത്. ഈ ടീഷർട്ട് വാങ്ങിച്ചല്ലോ, ഈ ടീഷർട്ട് എവിടെ നിന്ന് വന്നെന്നുള്ള കാര്യങ്ങൾ ചില വീടുകളിൽ അതുപോലെ അറിയണ പോലും ഉണ്ടാവില്ല. കാരണം സാർ പറഞ്ഞ പോലെ രണ്ടുപേരും ബിസികളാണ്. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഒരു ഉമ്മ അയക്കാനാലും ഒരു അച്ഛനായാലും ഒരു അമ്മ അയക്കാനാലും അവർക്ക് അവരൊന്നും കാര്യങ്ങള്. കാരണം അവരെ തെറ്റു പറയാൻ പറ്റൂല. കാരണം ഇന്നത്തെ സിറ്റുവേഷൻ രണ്ടാൾക്കാർക്ക് ജോലി ഇല്ലാണ്ട് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര കഷ്ടമായ കാര്യമാണ്. അപ്പൊ അവര് അച്ഛനും അമ്മയും അയക്കാനുള്ള ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ അതിന് ബിസിനസിനെ ബാധിക്കണമെന്ന് വെച്ചാൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ബിസിനസ് ഒരു സെക്കൻഡറി കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം. ഒരു കുട്ടി ഒരു വലുതാവണത് അതിന്റെ തലമുറകൾ വലുതാണ്. അത് നാളത്തേക്കുള്ള പല കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്ന് ഞാൻ ഒരു പണ്ടൊരു ഇത് കേട്ടിട്ടെന്ന് വെച്ചാൽ വീക്ക് കാര്യങ്ങൾ ഉണ്ടാക്കണത്, വീക്ക് സിറ്റുവേഷൻ ഒരു സ്ട്രോങ് ആൾ ഉണ്ടാക്കൂല. സ്ട്രോങ് സിറ്റുവേഷനിൽ നിൽക്കണ ഒരാളെന്ന് വെച്ചാൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കണ ആളെ നാളത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം അവർക്ക് എല്ലാ സാധനങ്ങളും ചുറ്റിനെ കയ്യിലിട്ട് അവരെ വിരൽത്തുമ്പിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അത് പിന്നീട് തലമുറകൾ മാറും തോറും ഓരോ കാര്യങ്ങൾ നീങ്ങും തോറും അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നീടത്തേക്ക് അവര് ഇതിലായ കാര്യങ്ങൾ ഉണ്ടാക്കൂല. അങ്ങനെ സിറ്റുവേഷനുകൾ പോണത്, അത് സിറ്റുവേഷൻ പോണത്. അതെ അതെ അതെ. ഇതിപ്പോ ഇങ്ങനെ ആൾക്കാർ കുറെ പേര് ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മിക്കവർക്കും അങ്ങോട്ട് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ഇതിലേക്ക് വരുന്നില്ല. ഇപ്പൊ നേരത്തെ ഒരു ജനറേഷൻ ആണെങ്കിലും അവര് ഇപ്പൊ പാരന്റ്സിന്റെ നല്ല അടി കിട്ടി വളർന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് ഒരുപാട് പേർക്ക് അതൊരു ട്രോമയായിരിക്കും. എല്ലാവരും അച്ഛൻ തല്ലിയത് അമ്മ തല്ലിയത് നല്ലതിനാണെന്ന് വിചാരിച്ചിരിക്കണവരും ഉണ്ടാവില്ല. അപ്പോ ഇപ്പത്തെ ഈ ഒരു ഫേസ് അതുപോലെ തന്നെ കടന്നു ഉള്ളതാണോ, അല്ലെങ്കിൽ ഇത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ചർച്ചകൾ വരുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് സാറ് അതിൽ മാറും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇതിനു മുമ്പും ഇത് ഓരോ ഘട്ടങ്ങളിലൂടെയാണ് പാരന്റിങ് കടന്നു പോന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന പാരന്റിങ്ങിന്റെ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്.
മീൻസ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു മുൻപത്തേതിനേക്കാളും ഒക്കെ പാരന്റ്സിന് ഒരുപാട് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, കുട്ടികൾക്കും കിട്ടുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ എങ്ങനെയാകണം പാരന്റിങ് എന്നുള്ളത്, പാരന്റിങ്ങിൽ എങ്ങനെയാണ് ശാസ്ത്രീയമായ രീതിയിൽ എന്തൊക്കെയാണ് കാര്യം. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് പഴയ പാരന്റിങ് രീതിയെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കാനോ പുതിയ പാരന്റിങ് രീതിയെ പൂർണ്ണമായിട്ട് തള്ളാനോ നമുക്ക് പറ്റില്ല. രണ്ടിലും നമുക്ക് പിന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും കൂടി ഉണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഓവറായിട്ട് ശിക്ഷണം കൊടുക്കുന്ന, അടിക്കുന്ന, അല്ലെങ്കിൽ കോർപ്പറൽ പണിഷ്മെന്റ് അങ്ങനെ പറയാം, കോർപ്പറൽ പണിഷ്മെന്റ്സ് ഉള്ള പഴയ രീതി. പക്ഷേ ഒരു പരിധിവരെ നമുക്കത് ആവശ്യത്തിനും അനാവശ്യത്തിനും ആ പാരന്റ്സിനെ എങ്ങനെ ഒരു കുട്ടിയുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. അവരെ അനുസരിപ്പിച്ച് നിർത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി. ഇപ്പോൾ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളാവുക എന്ന ആവശ്യം, അല്ലെങ്കിൽ ഒരു പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം പല രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് വഴി എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പാരന്റ്സ് എന്നതിനും അപ്പുറം ഫ്രണ്ട്സ് ആയി മാറി കുട്ടികളുടെ. എന്ന് പറഞ്ഞാൽ പാരന്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ അവിടെ ആളുകൾ ഇല്ല, അധിക സമയം ഇവർ കൂട്ടുകാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ വിധത്തിലുള്ള ചൂഷണങ്ങളും ഉണ്ടാവും, അനുസരണ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ പറഞ്ഞ പോലെ പഴയ രീതിയിൽ അനുസരണം ഇച്ചിരി കൂടുതലാണെങ്കിൽ ഇപ്പൊ ഇവിടെ അനുസരണ ലംഘനങ്ങളായിരിക്കും ഉണ്ടാവുക. പാരന്റിങ്ങിൽ ഞാൻ പറഞ്ഞു വന്നത്, പുതിയതില് സുഹൃത്തുക്കളായി കഴിഞ്ഞപ്പോൾ പല പാരന്റ്സും എൻ്റെ മുമ്പിൽ പറയുന്നൊരു പ്രധാന കാര്യമാണ്, അവരോട് സൗഹൃദം നടിച്ചും അവരോട് വല്ലാതെ കൂട്ടുകൂടിയും ഞങ്ങളുടെ കൈവിട്ടുപോയി. ഇനി എങ്ങനെയാണ് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ തിരിച്ചു പിടിക്കുക? ആ തിരിച്ചു പിടിക്കൽ എങ്ങനെയാണെന്നതിനെ കുറിച്ച് അന്താളിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ലിമിറ്റഡ് ഫ്രീഡം ലിബർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് ഫ്രീഡം കോൺസെപ്റ്റിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ സുഹൈൽ പറഞ്ഞതുപോലെ എല്ലാം ഡിഫൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സാറിന് ഇപ്പൊ ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്നതിൽ എന്തെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇങ്ങനെ കിഡ്സ് വന്നിട്ട് ഇത്രയും എന്നുവെച്ചാൽ ഒരുപാട് ചൂഷണങ്ങൾ വീട്ടിൽ നിന്ന് അനുഭവിക്കപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ വരുന്ന ടൈപ്പിൽ? അതെ അതെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ പിന്നെ മെയിൻലി ഇപ്പോ നമുക്കറിയുന്നൊരു പോലെ തന്നെ ഇതിനു മുമ്പുള്ള ഒരു ജനറേഷനിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് വ്യാപകമായിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ഈ ആൽഫ ജനറേഷന്റെയും സി ജനറേഷന്റെ ഒക്കെ പാരന്റ്സ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ് ടു 50 വരെ നിൽക്കുന്നവർ, ഇവരിലാണ് കൂടുതൽ ഡിവോഴ്സുകൾ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഷാറ്റേഡ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ് എല്ലാ ആളുകളും അധികവും. എൻ്റെ മുമ്പിൽ വരുന്ന കൗൺസിലിങ്സിൽ ആദ്യം ഞാൻ നോക്കുന്നത് പാരൻസിൻ്റെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പാരന്റിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ബഹുഭൂരിഭാഗം കുട്ടികളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ അതിൽ ഒന്നുകിൽ പിന്നെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അഫെയറിൽ ഉമ്മ വിഷയം ഉണ്ടാവും, അല്ലെങ്കിൽ വാപ്പയുടെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ആ വാപ്പ ഒരു ഡ്രങ്കാർഡായിരിക്കും, കുടിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി വൈസ് ഹെൽത്തി അല്ലാത്ത കുട്ടികളിൽ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടായില്ലെങ്കിൽ അത്ഭുതം. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സകല ഇവൻ ഡ്രഗ്സ് പോലും അൺലിസൺഡ് ആൻഡ് അൺകെയർഡ് അൺപാരന്റഡ് ചിൽഡ്രൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ്. അതെ അതെ അതെ, അത് കാര്യം സാർ പറഞ്ഞതിലൊരു, കാരണം ഈ ഡ്രഗ്സിലേക്ക് അവരെ കൊണ്ടുപോകണം, ഡ്രഗ്സ് ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണേലും ഡ്രഗ്സിലേക്ക് അവര് കൊണ്ടുപോകണ കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പം സാർ പറഞ്ഞുള്ള പാരന്റിങ്ങും കാര്യങ്ങളും എന്താ ഇപ്പൊ അതും കാര്യങ്ങളും നമുക്ക് ഓരോന്നും എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓരോരോ ഡ്രഗിലേക്ക് കയറുന്നതിന്. അത് വലിയൊരു കാര്യം തന്നെയാണ് സാർ പറഞ്ഞത്. അല്ലാതെ ശരിയല്ല, എന്ത് തോന്നുന്നത് അങ്ങനെ തന്നെയല്ല മനസ്സിലാക്കുന്നത്. അത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുമ്പിൽ വരുന്ന ഒത്തിരി കേസുകൾ, അങ്ങനെ വരുന്ന വിഷയങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഉറപ്പായും അവരുടെ അടിത്തറ, ഫാമിലി എന്ന് പറയുന്ന ബേസ് പൊളിഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ഈ കുട്ടിക്ക് എൻ്റെ മുമ്പിൽ വളരെയധികം ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട്. ആ കേസുകളിലെല്ലാം പിന്നെ എന്താ പറയുക, ഈ ഒന്നുകിൽ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസിന്റെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റീമാരിഡ് ആയിട്ടുള്ള ആളുകളുടെ മക്കളായിരിക്കാം. സിംഗിൾ പാരന്റിങ് ഇപ്പോൾ ഭയങ്കര വിഷയമാണ്. ഭാരത്തിനുമേൽ ഭാരം ചുമക്കുന്ന സ്ത്രീകൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മിക്കവാറും നോക്കുന്നതൊക്കെ സ്ത്രീകളായിരിക്കും വരുന്നത്. അതിലും കുറെ അപവാദങ്ങളുണ്ട് എങ്കിൽ പോലും. സാർ ഇപ്പോ സാർ അധികം സിനിമ കാണാറില്ല എന്ന് അറിയാം, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ചയും കൂടി വരുന്നുണ്ട്. ഈ ഫിലിംസ് കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്.
ഇങ്ങനെ ഈ ലഹരി വസ്തുക്കളിലേക്കും പിന്നെ ഈ ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ അതിനൊപ്പോസ് ചെയ്ത് ഒരുപാട് പേരും രംഗത്ത് വരുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരു ദൃശ്യമാധ്യമം ഇമ്പാക്ട് ചെയ്യുന്ന അത്ര സ്പീഡിൽ വേറൊന്നും അങ്ങനെ ഇമ്പാക്ട് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ നേരത്തെ നല്ല സിനിമകളിൽ നിന്ന് ആൾക്കാർ ഒന്നും എടുക്കാറില്ല എന്നുള്ളൊരു ഇതിൽ ഇപ്പൊ എനിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട്. അതിൽ ഈ അടുക്കളയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സംവിധാനം കാണിക്കുന്നുണ്ട്. എനിക്കതില് ഒരുപാട് ഇൻസ്പിറേഷൻസ് അതിൽ നിന്ന് പോസിറ്റീവ്സ് ഞാൻ എടുത്തിട്ട് ഞാൻ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് കുട്ടികൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും എന്തെങ്കിലും ഒരു തോന്നല്? എനിക്ക് നെഗറ്റീവ്സ് മാത്രം ഇപ്പൊ ഈ അബ്സോർബ് ചെയ്യപ്പെടുന്നതിന്റെ വിഷയം നിരന്തരമായിട്ട് കിട്ടുന്നതിന്റെ നിരന്തരമായി കിട്ടുക. ഇപ്പൊ ഞാനതിനൊരു ജസ്റ്റ് ഒരു ഉദാഹരണ സഹിതം തുടങ്ങാം വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമുക്ക് ഇപ്പോ വെള്ളം ഇറങ്ങാത്ത മണ്ണിൽ നിരന്തരമായ വെള്ളം ഒഴുകുമ്പോഴാണ് ആ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുക. ഈ നൈരന്തര്യം ഉണ്ടല്ലോ, ഒരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സംഭവം. ഇപ്പോൾ തിയേറ്ററിൽ ചെന്ന് കാണുന്നു, തിയേറ്ററിൽ കണ്ട് അത് അവിടെ അവസാനിപ്പിക്കുന്നു എന്നിരിക്കാം. എത്ര മണിക്കൂർ ഉണ്ടാവും? 2.5 മണിക്കൂർ, മാക്സിമം ഒരു 3 മണിക്കൂർ സിനിമ ഉണ്ട്. അത് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കെട്ട്, അങ്ങനെ പറയാം നമുക്ക് ഭാഷ പറഞ്ഞ കെട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിന്റെ അന്ത്യത്തിൽ വരെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനടുത്ത 2 ദിവസത്തിൽ മാക്സിമം, ചില കുട്ടികളുടെയൊക്കെ രീതി അനുസരിച്ച്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന അതല്ല. ഈ കണ്ടിറങ്ങുന്ന ഇതേ സാധനങ്ങളുടെ റീലുകൾ നമ്മുടെ മൊബൈലിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരമായിട്ട് കാണുന്നുണ്ട്. അതിപ്പോ സിനിമകൾ നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നില്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം. മൊബൈലിൽ ഇപ്പോൾ കാണുന്ന റീലുകളാണ്, അതായത് അൺകോൺഷ്യസ്ലി സ്ക്രോളിങ് മെന്റാലിറ്റി, അബോധാവസ്ഥയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്ന. അപ്പോൾ കുട്ടി കൂടുതലും നമ്മളറിയാം, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ സജസ്റ്റബിലിറ്റി വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന വീഡിയോക്ക് അനുസരിച്ചിട്ടാണല്ലോ കൂടുതൽ അതിനെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിരന്തരതയാണ്. അതിനോട് എക്സ്പോഷർ, ആ പറഞ്ഞ നെഗറ്റിവിറ്റിനോട് എത്രമാത്രം കണ്ടിന്യൂസ്ലി എക്സ്പോഷർ കിട്ടുന്നുണ്ട്, അതാണ് ആ കുട്ടിയുടെ ക്യാരക്ടറായിട്ട് ഫോം ചെയ്യുന്നത്. നേരെ മറിച്ച് മുൻപും വയലൻസ് ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ അത് അവിടെ കഴിയുമായിരുന്നു. ഇന്നിപ്പോ അതിന്റെ എക്സ്റ്റൻഷൻ പോലെ മൊബൈൽ വർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൊബൈലിന്റെ ഹൈജാക്കിംഗ് ആണ്, ലൈഫിന്റെ ഹൈജാക്കിംഗ് ആണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നതെന്ന്. ഈ അബ്സോർബിങ് ഓഫ് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, കാര്യം അവർക്ക് ഇതിന്റെ തുടർച്ച കിട്ടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഫീല് പോകാതിരിക്കാൻ മൊബൈലുകൾ സഹായിക്കും. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വലിയൊരു കാര്യമാണ് സാർ അത് ബ്രേക്ക് ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും സിനിമകളെ കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ സിനിമ മാത്രമാണ്, സിനിമ എന്തുകൊണ്ടാണ് എങ്ങനെ കാര്യങ്ങൾ ഇതാക്കി പിന്നെയും ഇൻഫ്ലുവൻസ് ചെയ്തു വന്നതെന്നുള്ളത് കാര്യങ്ങൾ ആരും പറഞ്ഞില്ല. ഇപ്പൊ എല്ലാരും ഒരാൾ പറയണെങ്കിൽ ഇപ്പൊ മാർക്ക് പോലത്തെ ഒരു സിനിമ, അതിൽ വയലൻസ് ആണ്, അത് കണ്ടിട്ട് പിള്ളേര് ഇൻഫ്ലുവൻസ് ആണ്. സാറ് പറഞ്ഞ അത് ഈ കണ്ടു തീർന്ന പോലെയല്ല സിനിമ. അതുപോലെ OTT കാരണം അത് മാത്രമല്ല എപ്പോഴും കണ്ടിരിക്കണമല്ലോ. അവര് ഏറ്റവും ഡെയിലി കാണുന്നത് ഒരു റീൽസുകളാണ്. റീൽസ് കണ്ടോലെ സാർ അത് വലിയൊരു കാര്യമാണ് അത് ബ്രേക്ക് ചെയ്ത് വന്നത്. അപ്പൊ എല്ലാരും സിനിമനെ കുറ്റം പറഞ്ഞതിന്റെ ഇടയിലും സാർ അത് മാത്രമല്ല എന്നുള്ളത് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. അത് എത്രത്തോളം ശരിയാകുന്നു ഇപ്പൊ ഞാൻ ഈവൻ പിന്നെ ഈ ഇറങ്ങുന്ന വയലൻസ് ചിത്രങ്ങളാണെങ്കിൽ പോലും അതൊരു എക്സ്പ്രഷൻ ഓഫ് സൊസൈറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇറങ്ങുന്നുണ്ട്, ആ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിധത്തില് സൊസൈറ്റി അതിന് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടിട്ടാണല്ലോ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. സോ ദ റീസൺ ഈസ് നോട്ട് ഇൻ ഫിലിം. അല്ലെങ്കിൽ ഫിലിമിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നം പരിഹാരം സാധ്യമാവില്ല. അപ്പോഴും പ്രശ്നം കിടക്കുന്നത് നമ്മളിലാണ് നിരന്തരമായിട്ട്. നമ്മളിപ്പോഴും ഐഡിലാണ്. നമ്മുടെ ഇപ്പൊ ഈ അതുകൂടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംസാരത്തിന് ഉപകാരപ്പെട്ടേക്കും. ദ മോസ്റ്റ് ഐഡിൽ ജനറേഷൻ, അലസരായ, ഏറ്റവും അലസ ജനത, അലസമായ ഒരു തലമുറ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അമീനുൽ നേരത്തെ പറഞ്ഞ സാധനത്തിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് വീക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, വളരെ വീക്കായിട്ടുള്ള സറൗണ്ടിങ്സ് ആണ്, പിന്നെ അഡ്വഞ്ചേഴ്സ് ഇല്ല. അപ്പൊ നമുക്ക് തോന്നും ഈ ബൈക്ക് റൈഡിങ് മറ്റു കാര്യങ്ങളും, പക്ഷെ ദേ ആർ ജസ്റ്റ് ഡ്രീംസ് ഫോർ ദം. കുറേ സ്വപ്നങ്ങൾ കണ്ട് ഒരിടത്തിരുന്ന് സ്വപ്നത്തിലൂടെ ഫാന്റസൈസ് ചെയ്ത് ആന്റിസിപ്പേറ്റ് ചെയ്ത് ലൈഫിനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അലസമായി ഒരു ജനറേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഇങ്ങനെയുള്ള
പാസീവ് അഗ്രഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം പാസീവ് അഗ്രഷൻ ഞാൻ എടുത്ത് സൂചിപ്പിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാക്കാൻ പറ്റാത്തതായ തന്റെ മോഹങ്ങളെ ഈ വിധത്തിൽ ഫ്രസ്ട്രേഷൻസ് പ്രശ്നങ്ങൾ, അതിപ്പോ അഡിക്ഷൻസ്, മാസ്റ്റർബേഷൻസ് ആണുങ്ങളിലാണെങ്കിൽ അങ്ങനെ, ആൺകുട്ടികളിൽ കൂടി വരുന്നു. പിന്നെ ഡ്രഗ്സ് യൂസിങ് ആണെങ്കിലും സിഗരറ്റ് യൂസിങ് ആണെങ്കിലും ഒക്കെ ആവശ്യമില്ലാതെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാണുന്നുണ്ട്, ഒത്തിരി മോഹങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്. എന്തോ ബാക്കിലേക്ക് പിടിച്ചു വലിക്കും. അവർ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, ലേസിയാണ്. ഒരു കരുത ഈ സംഭവമാണ് മേക്കിംഗ് ദം ലേസി. ഈ സാധനം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പാരന്റിങ് തിയറി തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. റെഫർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ബുക്സ് അങ്ങനെ എന്തെങ്കിലും ബുക്സ് പാരന്റിങ്ങിനെ പറ്റി ഒരുപാട് പറയുന്ന പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഓതറിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ആ വില്യം റൂത്ത് എന്ന് പറയുന്ന ഒരാളുടെ, വില്യം റൂത്ത് അതായത് മീൻസ് അത് തന്നെയാണെന്നാണ് എൻ്റെ സംശയം. ഇൻ കേസ് അത് ചെക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ ആ പുസ്തകം എങ്ങനെയാണ് ടു ബി പാരന്റിങ് ടു ബി പാരന്റഡ് എന്ന് പറഞ്ഞ രീതിയിലൊരു പുസ്തകം. അത് കുറെ മുമ്പ് വായിച്ചതാണ്. എന്നാലും ഞാൻ പറഞ്ഞൊരു പുസ്തകങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഉറപ്പാണ് അതിനേക്കാൾ ഉപരി ഇവിടെ വരേണ്ടത് ഒരു പ്രാക്ടിക്കൽ കൺസെപ്റ്റാണ്. നിരന്തരമായ അവെയർനെസ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പാരന്റിങ് എന്ന് പറയുന്ന വിഷയത്തിൽ നടക്കണം. അത് സക്സസ്ഫുൾ ആകുമെന്നത് ഉറപ്പാണ്. കാര്യം അത്രയും ഇത് ഒപ്പം തന്നെ പറയണമല്ലോ, ഇത്രയും നെഗറ്റീവായിട്ട് നമ്മൾ കമന്റ് ചെയ്യുന്ന ഈ ഒരു ജനറേഷൻ ഇത്രയും അബ്സോർബിലിറ്റി ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സംഭവം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ജനറേഷൻ പഴയതിനേക്കാളും ഇത് തന്നെയാണ് എപ്പോഴും. ഒരു 2K എന്ന് പറയാനില്ല, അതൊരു നമുക്ക് വേറൊരു കാറ്റഗറിയാണ്. ഈ പറഞ്ഞ ആൽഫ ഒക്കെ പെട്ടെന്ന് കാര്യങ്ങളെ അബ്സോർബ് ചെയ്യുന്ന ഒരു. ഞാനിപ്പോ ആമുനോട് ചോദിക്കുകയാണെങ്കിൽ ആസ് എ മെഡിക്കൽ സ്റ്റുഡന്റ്, ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിലും എല്ലായിടത്തും ഭയങ്കര സുലഭമായിട്ട് കിട്ടുന്നുണ്ട്, ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോ ഈ ഒരു ഇതിന്റെ യൂസേജും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ചാൻസസും ഇതിനെപ്പറ്റി ഒരു ബ്രീഫ് പറയാൻ പറ്റും? പറയല്ലേ, സിന്തറ്റിക് ഡ്രഗ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്ക് MDMA കാര്യങ്ങളൊക്കെ ഇത് 3 തരത്തിലാണ് ആക്ച്വലി. ഇപ്പൊ എന്താ പറയാ, അതായത് യൂസ് ചെയ്യണ ഒരാള് അത് അടിച്ച് മീൻ എന്താ പറയാ, ഒന്നുകൂടി ഞാൻ പറയല്ലേ, അടിച്ച് ഇപ്പൊ ഈ MDMA ഇതല്ല സിന്തറ്റിക് ഡ്രഗിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഒരു യൂസ് ചെയ്യണ ഒരാള്, അയാളെ എഫക്ട് ചെയ്യണത്, അയാള് അത് യൂസ് ചെയ്യുമ്പോ ഏത് മൂഡിലാണ് ഇരിക്കണത്. ലൈക്ക് അയാൾ ഇപ്പൊ ഒരു ഡാൻസ് കളിക്കണ മൂഡിലാണോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ അങ്ങനത്തെ ഒരു മൂഡാണ്, ചിലപ്പോ എന്താ പറയാ ദേഷ്യം, ക്രോധം, ആ ഒരു ഇതിൽ നിൽക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വല്ല എന്താ പറയാ സെക്ഷുവൽ മൂഡിലും കാര്യങ്ങൾ നിൽക്കണത്. ഇത് ഏത് മൂഡിലാണ് നിൽക്കണത് ആ ഒരു ഇതിലായിരിക്കും അവരെ ബേസ് ചെയ്ത് അപ്പൊ അതിനെയാണ് ഇതിൽ ശരിക്കും യൂസ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ എന്നുള്ളൊരു അളവാണ്, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഒരു ഡോപ്പമിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡോപ്പമിൻ ലെവൽ റൈസ് ചെയ്യാനാണ് ഒരു ശരീരത്തിൽ. അതൊരു കെമിക്കലാണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കണം. അപ്പൊ അത് നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളിൽ ഉണ്ടാവുന്ന എന്താണ് അയാളുടെ ഒരു മൂഡ് ഉണ്ടാക്കുന്നത്. അതിപ്പോ എന്താ പറയാ, ഇപ്പൊ ദേഷ്യം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഈ എന്താ പറയാ ഇപ്പൊ യൂഷ്വലി ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതല്ലാണ്ട് ഞാൻ പറയല, സെക്ഷുവലി കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് എന്താ പറയാ ഇപ്പൊ പല റേപ്പ് കേസുകളും പല കാര്യങ്ങളും പല സേഫ് അല്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് യൂസ് ചെയ്യണത് നമ്മുടെ എന്താ പറയാ ബ്രെയിനിലെ ഫങ്ഷനിലെ തന്നെ ഭയങ്കരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് റെഗുലറിലി യൂസ് ചെയ്യണ അയാൾക്കൊരു ഭാവി ഇല്ല. എന്താ പറയാ തിരിച്ചു വരവൊരു എങ്ങനെയെങ്കിലും അയാൾ അതിൽ നിന്ന് തിരിച്ചു വരലല്ലാണ്ട് ഇപ്പൊ അതിൽ നിന്നൊരു തിരിച്ചു വരുമ്പോ സാറിന് അറിയാലോ, ഇപ്പൊ ഈ റെഗുലർലി യൂസ് ചെയ്യണ അയാൾക്ക് തിരിച്ചു വരല് വളരെ എന്താ പറയാ ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് തിരിച്ചു വരല്. അയാളും അയാളുടെ ചുറ്റുള്ളതും എന്താ പറയാ അയാൾക്ക് ഒറ്റക്ക് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല, അയാളുടെ ചുറ്റുള്ള ആൾക്കാരും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനെ കാര്യമായ ഒരു ഇൻഫ്ലുവൻസ് കാര്യങ്ങളുള്ളതാണ്. അയാളുടെ ചുറ്റുള്ളവരും പിന്നെയും അയാളെ പ്രോത്സാഹിപ്പിക്കണതും കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ പിന്നെയും അതിന്റെ പുറകെ പോകും. ചിലപ്പോ അറിയാ പോലും ഉണ്ടാവില്ല ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്യണത് കാര്യങ്ങളൊക്കെ. പിന്നീട് അത് ഭയങ്കര ഇടങ്ങേറായി കഴിഞ്ഞാല് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ശാരീരികമായ പല അസ്വസ്ഥകൾ വന്നു തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ അയാൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുള്ളത് തന്നെ. അങ്ങനെ ഒരു കാര്യമാണത് ഇതാക്കിയിട്ടുള്ളത്. ഇപ്പോ സാറിന് ഈ കൗൺസിലിംഗ് ലൈഫിൽ ഇങ്ങനത്തെ കേസുകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുക,
ഇന്ന ലഹരിയിൽ നിന്ന് എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് വരണം, അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി ആരെങ്കിലും അങ്ങനെ വന്ന് അങ്ങനെ സാറിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കേസുകൾ എൻക്വയറീസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒന്ന് അതിന്ന് ചില ഇന്റർമീഡിയറ്റ് പീരീഡുകളുണ്ട്, ഇതിന്റെ ഒരു ഇന്റർവെൽ ടൈമുകളുണ്ട്. ചില സമയങ്ങളിൽ ഇവർക്ക് ഇതിന്റെ ഒരു പിന്നെ അതിന്റെ സ്ട്രെങ്ത് ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന നേരത്ത് ചില സമയങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്ന് റിക്കവർ ആകണം, പുറത്ത് വരണം എന്നൊക്കെ ഉള്ളൊരു ചേഞ്ചസ് ഒരു തോന്നുന്നത്. ഇപ്പൊ പൊതുവെ എല്ലാ ലഹരികളിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ ഇപ്പോ മിനുല് പറഞ്ഞ പോലെ ആൽക്കഹോളിക് ആയിട്ടുള്ള കൺസംഷൻ അതിലുള്ളതിനേക്കാളും പിന്നെ റിക്കവറി പോസിബിലിറ്റി വളരെ കുറവാണ് ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗുകൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച ആളുകൾ തന്നെ പറയുന്നുണ്ട്, അത് ശരിക്കും കുറച്ച് ഉപയോഗിച്ച ആളുകൾ പോലും. കാര്യം അതിങ്ങനെ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫ്ലോ ഇൻസൈഡ് ദി ബ്ലഡ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, ഇത് പല രൂപങ്ങളിലായി. അപ്പൊ ഇതിങ്ങനെ എങ്ങനെയാണ് കഫെയിനൊക്കെ എഫക്ട് ചെയ്യുന്നത്? ചില സമയങ്ങളിൽ നമുക്ക് ആ ടൈം ആകുമ്പോൾ അത് കുടിക്കാനോ ഒക്കെ ചായ കുടിക്കാനൊക്കെ നമുക്ക് തോന്നുമല്ലോ ചില സമയം. ഇതിന്റെ ഒരു മൂർദ്ധമായ ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത്, ഏറ്റവും മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒക്കെ അവസ്ഥ. അപ്പോൾ എന്റെ മുമ്പിൽ വന്നിട്ടുള്ള കേസുകളിൽ കൂടുതലും ആൽക്കഹോളിക് ആയിട്ടുള്ള കേസുകളാണ്, വലിയ ആളുകളുടെ കേസുകളാണ്. കുട്ടികളുടെ വിഷയങ്ങളിൽ സിന്തറ്റിക് ആയിട്ട് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വിളിച്ചന്വേഷിക്കും. പക്ഷെ ആ വ്യക്തിയാണ് ആ വിളിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആളുടെ മൈൻഡ് പിന്നെ പഴയതുപോലെ മാറും. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇനി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യില്ല, ചിലപ്പോൾ എടുക്കൂല, ആകെ ഫുള്ളി ആൾ ഔട്ട് ആവും. ഇതിന്റെ ഒരു പ്രശ്നമാണ്. കാര്യം സംബഡി ഹാവ് ടു മേക്ക് ദം അറ്റൻഡ് സം കൗൺസിലിംഗ്സ്. ആരെങ്കിലും നിർബന്ധിക്കുക എന്ന അവസ്ഥയിലേക്ക്, കാര്യം സ്വന്തം കൺട്രോൾ അയാൾ അവർ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ വരുന്നത് ഇതിന്റെ ഏറ്റവും ഒരു എൻഡ് ടൈമിലാണ്. അതിനെപ്പറ്റി അതാണ് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇതല്ലേ സൂയിസൈഡൽ തോട്ട്സ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, യൂസ് ചെയ്യണ ഒരാൾക്ക് ഇത് ഒരിടക്ക് പറഞ്ഞ പോലെ ഒരു ചില സമയത്ത് ഒരു സെൽഫ് റിയലൈസേഷൻ ആയിട്ടുള്ള ഒരു ഇത് വരുമല്ലോ, എങ്ങനെയെങ്കിലൊക്കെ ഇത് നിർത്തണം കാര്യങ്ങളാണ്. ആ ഒരു ടൈമില് നമ്മളൊരു എന്താ പറയാ ഒരു യൂസ്ലെസ് ആണ്, എന്റെ ഒരു എന്താ പറയുക, ഇതൊക്കെ വിലയില്ല ഒരു സമൂഹത്തിലായിക്കാലും ഞാൻ ഒന്നും എന്റെ കുടുംബത്തിനോ എനിക്ക് ചുറ്റുമുള്ളവരോ എന്റെ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാനെന്നുള്ളൊരു അങ്ങനത്തെ ഒരു പല ചിന്തകളും ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാകും, യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞു ഇത് ബ്രെയിനിന്റെ ഫംഗ്ഷനെ തന്നെ സാരമായി ബാധിക്കുന്നത്. ഇത് ഇപ്പൊ യൂസ് ചെയ്യുന്നതിലൂടെ കൊണ്ട് തന്നെ നമ്മ ഇതാക്കിയുള്ള ഈ പല ലെവലും പല ഹോർമോൺ ഫ്ലക്ച്വേഷനും കാര്യങ്ങളും. ഇപ്പൊ ഇത് ക്ലിനിക്കലി പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഡോപ്പമിൻ മാത്രമല്ല, പല പല കെമിക്കൽ രീതിക്കുള്ള റിയാക്ഷൻസ് ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ യൂസ്ലെസ് ആണെന്നുള്ള തോട്ട്സ് അവരിൽ കൂടിക്കൊണ്ടിരിക്കും. അത് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുഹൈൽ പറഞ്ഞ പോലെ തന്നെ ഈ സൂയിസൈഡൽ തോട്ട്സും പല 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 കാര്യങ്ങളും ഇങ്ങനെ വന്നത്. ഇങ്ങനെ അവർക്കൊന്നും കാര്യമില്ല, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങുന്നത്. അതിനെതിരെയാണ് സാറ് പറഞ്ഞ പോലെ തന്നെ അവരെ കൊണ്ട് മാത്രമല്ല അവര് ചുറ്റുമുള്ളവരും കൂടി വേക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് അയാൾക്കൊരു തിരിച്ചു പോക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സാറ് ഇതുപോലെ തന്നെ ഈ പൊളിറ്റിക്സിലും സാറ് കുറെ പൊതുപ്രവർത്തനത്തിലായാലും സാറ് കുറെ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഡ്രഗ്സിനെതിരെ ഗവൺമെന്റിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത്? അത് ഊർജ്ജസ്വരമായിട്ട് ഇനി നടക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മാറ്റം കൊണ്ടുവരാന്നുള്ള കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈ വലിയ വലിയ ആൾക്കാരെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് വിടുക എന്നുള്ളതാണോ സാറ്? ശരിക്കും ഇതൊരു സോഷ്യൽ മെനേസ് തന്നെ നമുക്ക് പറയാം. ഇതൊരു സാമൂഹിക വിപത്താണല്ലോ സംഭവം. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ സർക്കാരിന്റെ മുഖേന തന്നെ വിമുക്തി പോലെയുള്ള പദ്ധതികൾ പലപ്പോഴും ഇതിന്റെ പേരിൽ, അത് മാത്രമല്ല അതല്ലാതെയുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഒരുപാട്. അത് താഴെ തട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കുറെ അധികം കണ്ടെത്താനും അതിനെ പരിഹരിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കൗൺസിലിംഗ് സെന്ററുകളൊക്കെ തന്നെ. പക്ഷെ അതിൻ്റെതായ കുറെ പരിമിതികളുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മളൊന്ന് കാണുന്നത്. എന്നാൽ അത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവയർനെസ് പ്രോഗ്രാമുകളായും കേവലം ചിലപ്പോൾ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ അതിൽ താഴെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഒതുങ്ങി പോകുന്നത് കൊണ്ടിട്ടാണ്
മാത്രമല്ല അതിനൊരു തുടർച്ചയോ അതിന് തുടർച്ചയായിട്ടുള്ള ഒരു പദ്ധതിയോ എന്ത് ചെയ്യുന്നില്ല, ആവിഷ്കരിക്കപ്പെടുന്നില്ല. ഇന്നത് ഓരോ ലെവലുകൾ തിരിച്ച് അപ്പൊ അത് പ്രാരംഭഘട്ടത്തിൽ ഒരു പ്രൈമറി യൂസേഴ്സ് എന്നുള്ള രീതിയിൽ ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഒരു സെക്കൻഡറി മീൻസ് ഒരു മിഡിൽ എന്താ പറയുക ഓൾമോസ്റ്റ് ഒരു തേർഡ് ലെവലൊക്കെ എത്തി നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന രീതിയിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ വിധത്തിൽ നമുക്ക് ലെവലുകൾ തിരിച്ച് ആളുകളെ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ സൈക്കിള് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. അതെ, അത് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന്റെ സ്പീഡ് പോരാ, കുറവാണ്. സാർ ഇന്നിപ്പോ വിമൻസ് ഡേ ആണല്ലോ, അപ്പൊ ഇന്നിപ്പോ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ മേഖല എടുത്ത് നോക്കിയാലും എല്ലാത്തിലും സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. അപ്പോ അതുപോലെ തന്നെ വേറൊരു കൺസേൺ ആണ് ഇപ്പോ ഈ ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്ന കാര്യങ്ങളെ പറ്റി. അപ്പോ ഇതിനെപ്പറ്റി ഇപ്പൊ സാറ് ഇപ്പൊ കൺസൾട്ടന്റ്, സൈക്കോളജി കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ ഇപ്പോ സാറിന് എന്താണ് ഇങ്ങനെ ഈ നടക്കുന്ന ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പൊ ഈ ഡിവോഴ്സസ് റേറ്റ്സ് കൂടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അവർ കൂടുതൽ എംപവർ ആവുന്നതിനും ഇപ്പോ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ആണിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അവർക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു താല്പര്യം കുറവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ന്യൂസും ട്രോൾസും അതിലിപ്പോ ഒരുപാട് ടാക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോ അതിനെപ്പറ്റി സാറിന്റെ ഒരു ഇതെന്താണ് ഷെയർ ചെയ്യുന്നത്? പിന്നെ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എത്രമാത്രം അത് ഇത്ര സ്വീകരിക്കപ്പെടുമെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവുന്നത് ഒരു വളരെ അൺസയന്റിഫിക് ആയിട്ടുള്ള എംപ്ലോയബിലിറ്റി അറ്റ്മോസ്ഫിയർ ആണ് നമുക്കുള്ളത് നിലവിൽ. കാര്യം ഒരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മേക്കിങ്ങിൽ ഈവൻ അത് അച്ഛനോ വാപ്പയോ ഉമ്മയോ ആരോ ആട്ടെ, അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഈ രണ്ടു പേർക്കും ഏതെങ്കിലും ഒരാൾക്ക് ഫാമിലിയെ ബിൽഡ് ചെയ്യുന്നതിൽ ഒരു പങ്ക് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഫുൾ ടൈം അവിടെ വേണമെന്നോ അല്ലെങ്കിൽ അതിനെ ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലോ കണ്ടാലോ കുഴപ്പമില്ല. പക്ഷെ പറയുന്നത് ഫാമിലി ബിൽഡ് ചെയ്യപ്പെടുന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആണും ആയിക്കോട്ടെ പെണ്ണും ആയിക്കോട്ടെ, അത് എത്ര തന്നെ വർക്ക് ചെയ്താലും ഷീ വിൽ ഗെറ്റ് മോർ മണി. പണം കിട്ടുന്തോറും ഇവർ സ്വതന്ത്രരാക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ പിന്നെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതിനെ വർക്കഹോളിസത്തിലേക്കും വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. സ്ട്രെസ് കൂടുക, പ്രശ്നങ്ങളാവുക. കാര്യം ദേ വോണ്ട് ഗെറ്റ് ടൈം ഫോർ ദംസെൽസ്. പേഴ്സണൽ ടൈമുകൾ കിട്ടില്ല, പ്രശ്നങ്ങൾ. ഫാമിലിയെ വന്ന് നോക്കാനുള്ള ബുദ്ധിമുട്ട് പറയുന്ന സ്ത്രീകൾ പറയുന്നത് എനിക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ജോലി പ്രശ്നങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്നത് വ്യക്തിപരമായ ഇഷ്യൂസ് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പേഴ്സണൽ ടൈം കിട്ടുന്നില്ല. അവരെനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ വർക്കിംഗ് സ്പേസിൽ സമയത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീകൾ തന്നെയാണ്. കാര്യം ഓവർ ടൈം വർക്ക്, കുറഞ്ഞ പിന്നെ വരുമാനത്തിന്റെ വിഷയങ്ങളാണെങ്കിൽ പോലും അപ്പോഴും ഇവരുദ്ദേശിക്കുന്ന പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഫാമിലി അടിസ്ഥാനത്തിൽ ഫാമിലി മേക്കർ എന്നുള്ള രീതിയിലാണ് അവരെ കാണുന്നതെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ട് അവരുടെ വർക്കിംഗ് ടൈമിൽ ഒരു മാറ്റം ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുടങ്ങി വളരെ വൈകി മാത്രം ജോലി അവസാനിച്ച് വീട്ടിലെത്തുന്ന ഒരു അമ്മയെക്കാളപ്പുറം നേരത്തെ തന്നെ ജോലി തുടങ്ങി അത് നമുക്കൊരു ആഫ്റ്റർനൂണോട് കൂടിയൊക്കെ നിർത്തി പിന്നെ നമുക്കൊരു ഫാമിലി മേക്കർ എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ആ ഒരു പേഴ്സണൽ പിന്നെ അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു എംപവർമെന്റ് ഒക്കെ അപ്പോഴാണ് സംഭവിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, സാമ്പത്തികമായിട്ട് അവർ ചിലപ്പോൾ പിന്നെ വളരുമായിരിക്കാം. പക്ഷെ അപ്പോഴും വ്യക്തിപരമായിട്ട് അവരെന്ത് ചെയ്യും, താഴോട്ട് തന്നെ ആയിരിക്കും പോവുക. അവർക്ക് സന്തോഷമില്ല, അവർക്ക് സംതൃപ്തിയില്ല, സമാധാനമില്ല, കുട്ടികളെ കുറിച്ചുള്ള വേവലാതികൾ. എന്താ കാരണം? മോസ്റ്റ് ഓഫ് ദ ടൈം ഷീ ഈസ് വർക്കിംഗ് ടു ബിക്കം ആൻ ഇൻഡിപെൻഡന്റ് വുമൺ. പക്ഷേ ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് ഇൻഡിപെൻഡന്റ് ആകുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ആണിനോ പെണ്ണിനോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അവർക്ക് ആണിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സമയങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഒന്ന് ചുരുക്കി ടൈം ഒന്ന് കുറച്ചു കൊടുത്ത്. അതിപ്പോ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആഴ്ചയിലൊക്കെ ചില IT കമ്പനികളൊക്കെ കോർപ്പറേറ്റുകളൊക്കെ പറയുന്നത് 3 ദിവസം മാത്രം നിങ്ങൾ ജോലി എടുക്കുക, അല്ലെങ്കിൽ 4 ദിവസം മാത്രം നിങ്ങൾ ജോലി എടുക്കുക, ബാക്കിയുള്ള നിങ്ങൾ ഫാമിലിക്കും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കണം, നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഇതേപോലുള്ള നിബന്ധനകൾ ഇന്ന്
കോർപ്പറേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, വാർത്തകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ പക്ഷെ അത് ഇവിടെ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നടപ്പായിട്ടില്ല. പക്ഷെ അത് ട്രാൻസ്ഫോർമേഷൻ അതിന്റെ റൂട്ടിലാണ്. അങ്ങനെ കൂടി വരുമ്പോഴാണ് വ്യത്യസ്തമായിട്ട് ഓരോരുത്തരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് കുട്ടികളെ അച്ഛനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും. ആ ഫാമിലി മേക്കിങ്ങിൽ അവർക്കൊരു പങ്കുണ്ട്. അതിനെ അവർക്ക് എന്ത് ചെയ്യണം, ഇടം കൊടുക്കുന്ന വിധത്തിൽ വർക്കിംഗ് സ്പേസുകൾ എന്ത് ചെയ്യണം, റീഡിസൈൻ ചെയ്യപ്പെടണം. എങ്കിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു ഇന്ന് സ്ത്രീകളാണ് ഏറ്റവും സൈക്കോളജിക്കലി കോംപ്ലിക്കേറ്റഡ് ക്രിയേച്ചേഴ്സ് എന്ന് ഞാൻ പറയും. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ ആരും ഉണ്ടാവില്ല. കാര്യം അത്രയും ബേർഡനാണ് ഇവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട്. ബട്ട് ദേ ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇൻസൈഡ് എ ട്രാപ്പ്. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. എന്താണ് അതെ, സാർ പറഞ്ഞ പോലെ തന്നെ അവരൊരു എന്താ പറയാ, ഒരു വുമൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നത് ഒരു വീടിന്റെ പില്ലർ എന്നാണ് പറയുന്നത്, മെയിൻ പില്ലറാണ്. അവര് അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിന്നും അതിൽ നിന്നും എല്ലാത്തിന്നും ഒരു ബേർഡൻ. അവർ ഓരോരുത്തരും ഇപ്പൊ വർക്ക് കൾച്ചർ എന്നൊക്കെ പറയുമ്പോഴേക്കും പല, ഇപ്പൊ സാർ പറഞ്ഞല്ലോ, പുറത്ത് വെസ്റ്റേൺ കൺട്രീസിലായിക്കാലോ വഴിക്കലും ഇങ്ങനെ അവർക്ക് ഇത്ര ടൈം ഫ്രീ കൊടുക്കണം, ഇത്ര ടൈം വർക്ക് ചെയ്യാമുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ ഇവിടത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് സാർ പറഞ്ഞു, നമുക്കിപ്പോ അവർക്ക് വർക്കിൽ എന്താ പറയാ, ഇത് പേയ്മെന്റ് കുറവായിരിക്കും, പേ ഔട്ട്സ് കുറവായിരിക്കും. പിന്നെ അതുകൂടാണ്ട് ഇതെല്ലാം കൂടി അവർ ഇവിടുത്തെ വർക്ക് കൾച്ചർ കാര്യങ്ങൾ, ഇപ്പൊ അവരത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ തന്നെ അത്രത്തോളം ഒരു ഫിസിക്കലി എന്താ പറയാ, ഭയങ്കര ഇതുള്ള ഒരു ഇതില് നിക്കണ ഒരു ആൾക്കാരാണ്, ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. ആ ഇതിലെ സിറ്റുവേഷനിൽ അവർക്ക് എന്താ വർക്ക് കൾച്ചർ കംപ്ലീറ്റ്ലി അടങ്ങിയറാക്കുക. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഒരു ഫാമിലിയിലോട്ട് വരുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ചുരുങ്ങിയ സമയമാണ് കിട്ടുന്നത്. സാറ് പറഞ്ഞ പോലെ തന്നെ ചുരുങ്ങിയ ടൈം കിട്ടണ അവർക്ക് അവരുടെ കാര്യങ്ങളും അതുകൂടാണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളും അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം അവർ എന്നിട്ട് നോക്കണവരുണ്ട്. അതും സഹിച്ച് കാര്യങ്ങളാക്കി വരുന്നത്. അതുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫാമിലി. സാറിന് നമ്മൾ ഒരു എന്താ പറയാ, ഒരു അച്ഛന് എത്രത്തോളം എന്തോ ഫാമിലിനെ നോക്കണോ അതേപോലെ തന്നെ ഒരു ഈക്വലി കാര്യങ്ങളായിട്ടുള്ള പോലെ തന്നെയാണ് ഒരു അമ്മയെ നോക്കേണ്ടത്. രണ്ടുപേരും ഈക്വലി. പക്ഷെ നമ്മുടെ സൊസൈറ്റിയും കാര്യങ്ങളും ചിന്തിക്കണമെന്ന് വെച്ചാൽ എല്ലാം ഒരു അമ്മ നോക്കണം, അമ്മ കാര്യങ്ങളാക്കി എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു ഇത് പോണത്. അങ്ങനെയാണ് സൈക്കിള് കണ്ടിട്ട് ഇപ്പൊ വിമൻസ് ഡേ കണ്ടിട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന എനിക്കറിയാം. നമ്മുടെ ഇപ്പൊ കമ്പനിയിൽ ഫസ്റ്റത്തെ ഓർഡർ, ഫസ്റ്റത്തെ മോഡല്, ഫസ്റ്റത്തെ കൊളാബറേഷൻ എല്ലാം വിമൻസ് ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ അതൊരു വിമൻസ് ഡേക്ക് അതൊരു വലിയ ഒരു നമ്മുടെ കമ്പനിയുടെ ഒരു ബാക്കിൽ ഇവരുടെ ഒരു എഫേർട്ട് ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചില കാര്യങ്ങളും പിന്നെ അതുകൂടാണ്ട് അവർ അക്കാഡമിക്സും നോക്കിയിട്ട് ബാക്കി ഉള്ള ടൈം എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ ഇതിന്റെ തമ്മിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മാനേജ് ചെയ്ത് പോണേല്, നോർമൽ ലൈഫും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ഇതില് സാറിന്റെ ഒരു പോയിന്റ്സ് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ ബേർഡന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊരു മിത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം അതെ, കാര്യം ഒരു മൾട്ടിപ്പിൾ റോള് നിർവഹിക്കാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രം. ബട്ട് ബോത്ത് മെൻ ആൻഡ് വുമൺ ക്യാൻ ഡീൽ വിത്ത് എന്താ പറയാ, ആ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള റോള് നിർവഹിക്കാനായിട്ട് പറ്റും. അത് പ്ലാൻഡ് ആവുക, ഓർഗനൈസ്ഡ് ആവുക, അത്തരം സെനാരിയോസ് ഹാൻഡിൽ ചെയ്ത് ശീലം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും എക്സ്പോഷർ ഉണ്ടാവണമല്ലോ. ദാറ്റ് മീൻസ് അതുമായിട്ട് എന്തെങ്കിലും പരിചയം വേണം, അത് ചെയ്ത് അല്ലെങ്കിൽ അത്തരം ഇവന്റുകൾ ഹാൻഡിൽ ചെയ്ത് ശീലം വേണം. അതുള്ള ഏതൊരാൾക്കും ഈ മൾട്ടിപ്പിൾ റോളുകൾ എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എത്രയോ പുരുഷന്മാർ എനിക്ക് പരിചയമുണ്ട് അതേ രീതി തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു വിധത്തിൽ പറഞ്ഞാൽ എന്തോ കൈൻഡ് ഓഫ് അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്നത് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള എന്തോ ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ അങ്ങനെയല്ല സാറിന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് എന്താ പറയാ, ഒരു മാസം വേദനകൾ അനുഭവപ്പെടുന്നതാണ്. അവരന്നിട്ടും പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരു ചെറിയ വേദന കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും വേറെ വർക്ക്സ് ചെയ്യണതിൽ കാര്യങ്ങളൊക്കെ ഒരാണെന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞ ഒരു വേദന സഹിച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ അതല്ലാണ്ട് അവര് ഫാമിലി, എന്റെ ഉമ്മാന്റെ കേസ് എടുത്തതിനെ പോലും, ഞാനിപ്പോ മാരീഡ് ആണ്. ഞാനിപ്പോ ഒരു എന്താ പറയാ, പീരിയഡ്സിന്റെ കാര്യങ്ങൾ വേദന കൂടുതൽ ഞാൻ അറിയണതിന് എന്റെ ഭാര്യ വേദനയൊക്കെ അല്ല. അതിനു മുമ്പ് ഞാൻ എന്റെ ഉമ്മ കാണുന്നത്, ഉമ്മിച്ച് അത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഉമ്മിച്ച് എന്നിട്ട് ആ വേദനയുള്ള സിറ്റുവേഷനിലും ഞങ്ങൾ 3 മക്കളാണ്. ആ 3 മക്കള് ഞങ്ങൾ രാവിലെ സ്കൂളും കാര്യങ്ങളും എല്ലാത്തിനും വിടാൻ കാര്യങ്ങളാക്കിയത്
ഇത്ര വേദന മുമ്പ് ചിലപ്പോൾ ഉള്ളിൽ സഹിച്ചിട്ടായിരിക്കും ഓരോന്ന് കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ അത് വേറൊരു ആൾക്കാർക്ക് അല്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മൾട്ടി ടാസ്കിങ്ങിന്റെ കാര്യങ്ങളിൽ പറഞ്ഞ എല്ലാ ടാസ്കും കാര്യങ്ങളും ചെയ്യണമല്ലോ, പക്ഷെ ഇത്ര വേദന സഹിച്ചും ഓരോ കാര്യങ്ങളും ചെയ്ത് കൊണ്ടുവന്നതില് അവർക്കൊരു വലിയ പങ്ക്, അതിലൊരു ഒരു കഴിവ് അവർക്കുള്ളത് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ആ പേരാണ് അവിടുത്തെ മൾട്ടി ടാസ്കിങ് എന്ന് തന്നെ പറയും. ബെയറബിലിറ്റി ആണ് വിഷയം. അതെ അത് നമുക്ക് അങ്ങനെ കൊടുക്കാം. കാര്യം ബയോളജിക്കലി അവരുടെ ആ ഒരു നേച്ചർ അങ്ങനെയാണെന്ന് പറയാം. എങ്കിൽ പോലും പലപ്പോഴും ഒരു സിംഗിൾ വുമൺ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇപ്പൊ മെയിൽ പ്രസൻസ് പലപ്പോഴും അവര് ഔട്ട്സൈഡ് വർക്ക് എന്ന രീതിയിലായിരിക്കും നിൽക്കുക. അകത്തത്തെ പണികളൊക്കെ ചെയ്യുന്ന പുരുഷന്മാർ വളരെ ഇപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്നാൽ പോലും ബഹുഭൂരിഭാഗവും കുറവ് തന്നെയാണ്. അപ്പൊ മോസ്റ്റ്ലി ഇത് ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു സ്ത്രീയിലേക്കായിരിക്കും. അപ്പൊ നിർബന്ധവശാലും സാഹചര്യവശാലും ചെയ്യണം എന്ന നിർബന്ധമാണ്. അപ്പൊ അവർക്ക് ആ വേദന സഹിച്ചു എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യണം. മറ്റേ ആള് വേണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? ആ വേദന എങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആള് ഇയാള് മൾട്ടി ടാസ്കിങ് ആണെന്ന് പറഞ്ഞിട്ട് അയാളെ ചെയ്ത് പണി എന്നാൽ എടുത്തോ എന്ന് പറഞ്ഞ അത് അനീതിയാണത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാർ പറഞ്ഞ പോയിന്റ് ഇപ്പൊ ഞാനൊരു ഈ അടുത്ത് റൈറ്റപ്പ് പറ്റാണ് എന്നുവെച്ചാ ചെറുപ്പത്തിലെ പറയില്ല അല്ല അടക്കവും ഒതുക്കമുള്ള കുട്ടി എന്ന് പറഞ്ഞ് അതൊരു ട്രാപ്പാണെന്ന് പറയും. കാരണം പിന്നെ ആ കുട്ടിക്ക് ആ ഒരു ടെംപ്ലേറ്റിന്റെ പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. എനിക്കിപ്പോ സാറ് പറഞ്ഞപ്പോ എനിക്ക് അതായിട്ടാണ് അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് കണ്ടത്. മറിച്ചൊരു മദർഹുഡ് എന്നുള്ള അർത്ഥത്തിലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താ പറയാ, പിന്നെ പ്രസവിക്കുക, ഗർഭം ധരിക്കുക, പ്രസവിക്കുക അവർക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. അത് ആ വിധത്തിൽ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ മോർ പവർഫുൾ ദാൻ മെൻ. പക്ഷെ മൾട്ടി ടാസ്കിങ് ആണ്, അല്ലെങ്കിൽ ഇത് എല്ലാത്തിലും ട്രാപ്പ് ആണെന്നുള്ള രീതിയിലാണ് സാർ ലേബർ രീതിയിൽ. അത് ശരിക്കും പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ ലാംഗ്വേജ് ആണത് മൾട്ടി ടാസ്കിങ്. പ്രൊഡക്ടിവിറ്റി മൾട്ടി ടാസ്കിങ് കൊമേഴ്ഷ്യൽ ലാംഗ്വേജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉൽപാദനം ഉണ്ടാക്കുന്ന ആള്, ഇപ്പൊ നമ്മൾ നന്നായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആള് എന്നല്ലേ അതിന്റെ അങ്ങനെയല്ലേ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊരു സ്ത്രീയെ കാണുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു മത്സരമാണ് അവിടെ ഉണ്ടാവുക, ആണും പെണ്ണും തമ്മിൽ. അതിനപ്പുറം കുറച്ചുകൂടി അമിനുൽ പറഞ്ഞ പോലെ രീതിയിലാണെങ്കിൽ എങ്ങനെ അവരുടെ ഒരു നേച്ചർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് മോർ ബെയറബിലിറ്റി. പെയിനിന്റെ വിഷയത്തിലൊക്കെ നമ്മളെക്കാൾ കൂടുതൽ പെയിൻ സസ്റ്റെയിൻ ചെയ്യുന്ന വിഷയത്തിലൊക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും ഒരു ആണ് പെണ്ണിനെ വലുത് ചെറുത് എന്നാക്കാനല്ല, ഒരാളിലെ കുറവ് മറ്റൊന്നിനെ കൊണ്ട് നികത്താൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു കൂടുതലുണ്ടെങ്കിൽ അതേപോലെ തന്നെ പുരുഷന്മാരിലും ചിലത് കൂടുതലാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചാല് ക്വാളിറ്റി വൈസ് നമുക്ക് ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. അതർവൈസ് ഇത് സാധനം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പണിസ്ഥലത്ത് ജോലി എടുക്കുക, ഐ മീൻ ഒരു വർക്ക് സ്പേസിന്റെ ലാംഗ്വേജ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാൻ പണി എടുക്കുന്നുണ്ടല്ലോ, ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ കൺസെപ്റ്റ് വരും. വർക്ക് സാക്രിഫൈസ് വേണ്ടി. അപ്പൊ അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാനാണല്ലോ കുടുംബം ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങൾ, പിന്നെ കച്ചവടത്തിന്റെ. നേരെ മറിച്ച് ആ സ്ത്രീ അത് വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലെറ്റ് ദം ഡു ദാറ്റ്, കുഴപ്പമില്ല. പക്ഷെ ആ ചെയ്യുന്നതിനെ നമ്മൾ മുതലെടുപ്പ്, അതാണ് ഇവിടുത്തെ വിഷയം. അവരോട് സഹകരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അവർ മൾട്ടി ടാസ്കിങ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ അടിമപ്പിടിക്കുന്നിട്ട് കാര്യമില്ല. ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. സാർ താങ്ക് യു. ഓക്കെ.